വെള്ളനാട് പഞ്ചായത്തിലെ പ്രശ്നങ്ങൾ കാരണം താൻ കടുത്ത മാനസികാഘാതത്തിലാണെന്ന് പഞ്ചായത്ത് സെക്രട്ടറി സിന്ധു വ്യക്തമാക്കി. കാര്യങ്ങൾ ഇങ്ങനെ പോയാൽ താൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും. ജീവിതത്തിൽ തനിക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടെന്നും സിന്ധു പറഞ്ഞു. സർക്കാരിന്റെ ഒരു പൊതുപരിപാടിക്കായി ഗവൺമെന്റിൽ നിന്ന് അനുവാദവും വാങ്ങി യാത്ര ചെയ്യാൻ തയ്യാറായി നിന്നപ്പോൾ പ്രസിഡന്റ് വണ്ടി ബലമായി പിടിച്ചെടുത്തു എന്നും ഒരാവശ്യത്തിന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല എന്നും സെക്രട്ടറി പറഞ്ഞു. തനിക്കു നേരെ ഭീഷണി ഉണ്ടായതോടെ കഴിഞ്ഞ ദിവസം കാട്ടാക്കട ഡിവൈഎസ്പിക്ക് പരാതി നൽകിയിരുന്നു. SC വിഭാഗത്തിൽപ്പെട്ട ആളായതുകൊണ്ടാണോ തന്നോട് ഇങ്ങനെ കാണിക്കുന്നതെന്നും സെക്രട്ടറി ചോദിക്കുന്നു. പ്രസിഡന്റിന്റെ പെരുമാറ്റം കാരണം ഉള്ള ജീവനക്കാർ തന്നെ ജോലിക്ക് വരുന്നില്ല. മറ്റുള്ളവർ മാറ്റം അന്വേഷിച്ച് നടക്കുകയാണെന്ന് സെക്രട്ടറി വ്യക്തമാക്കി. പഞ്ചായത്തിൻ്റെ ദിനാഘോഷ പരിപാടി 18ഉം 19ഉം കണ്ണൂർ ആന്തൂർ എന്ന സ്ഥലത്താണ് നടക്കുന്നത്. അപ്പോൾ സെക്രട്ടറി, ഒരു ഡ്രൈവറും പ്രസിഡൻറ്റും കൂടെ പോകണം. പക്ഷേ ഇതിൽ പ്രസിഡൻറ്റ് വന്നാന്ന് അറിയത്തില്ല, ഒന്നും പറഞ്ഞില്ല. പക്ഷേ നമുക്ക് സർക്കാർ അലോട്ട് ചെയ്ത് വണ്ടി അലോട്ട് ചെയ്ത് ഡ്രൈവറെ അലോട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. പക്ഷേ പ്രസിഡൻറ്റ് ഇന്നലെ രാത്രിയിൽ ഇവിടെ വന്ന് പഞ്ചായത്തിൻ്റെ പഴയ പൂട്ടടിച്ച് പൊളിച്ചിട്ട് പുതിയ പൂട്ടിട്ട് വണ്ടി എടുക്കാൻ പറ്റൂലെന്ന് പറഞ്ഞുകൊണ്ട് വണ്ടിയിനകത്ത് വെച്ച് പൂട്ടി താക്കോലും ഡ്രൈവറെ നിന്ന് പിടിച്ച് വാങ്ങിച്ചു വെച്ച്. അപ്പോൾ ഈ പഞ്ചായത്തിൻ്റെ ഒരു പരിപാടിക്ക് നമ്മൾ പോകാൻ പാടില്ല എന്നുള്ള രീതിക്കാണ് പ്രസിഡന്റ് കാണിക്കുന്നത്. വെച്ചാൽ പഞ്ചായത്ത് വണ്ടി തരൂല, ഞാൻ പോകണ്ടെന്നാണ് പ്രസിഡന്റ് പറയണത്. അപ്പോൾ നമ്മൾ ഇത്രത്തോളമാണ് ഈ പ്രസിഡന്റ് ദ്രോഹം ചെയ്യുന്നത്. എനിക്ക് അറിഞ്ഞൂടാ ഈ പ്രസിഡന്റ് എന്തിനാണ് ഇങ്ങനെ. ഒരിടത്ത പ്രസിഡന്റുമാരും ഇങ്ങനെ ഈ ദ്രോഹം ചെയ്യണില്ല. പക്ഷേ ഈ പ്രസിഡന്റ് എന്നെ ദ്രോഹം ചെയ്യണം. പോണ്ടെന്നാണ് പറയുന്നത്. വെച്ചാൽ ഞാൻ ഇപ്പോൾ പറഞ്ഞ കഴിഞ്ഞ കമ്മിറ്റിയിൽ എന്നെ ഇവിടുന്ന് മാറ്റാനായിട്ട് തീരുമാനം എടുത്ത് പിടിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രസിഡന്റ് പറഞ്ഞ ഞാൻ സ്വയം മനസ്സാലെ ഇവിടെ നിന്ന് പോകണം, ഇവിടെ വരല്. ഇന്ന് രാവിലെ വിളിച്ച് പറഞ്ഞു ഇവിടെ സെക്രട്ടറി കയറാൻ പാടില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതുപോലെ നമ്മളെ അഡ്വക്കേറ്റിൻ്റെ അടുത്തും കാര്യങ്ങൾ പറഞ്ഞു. സാർ എന്നെ വിഷയമാണെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഓഫീസിൽ പോകണം, ഓഫീസിൽ പോയി നിങ്ങൾ ഓഫീസിൽ നിന്ന് കാര്യങ്ങൾ ചെയ്യണം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പ്രസിഡന്റ് ഇപ്പോൾ ഈ നിലയിൽ ഇങ്ങനെ പോയ പ്രസിഡന്റ് എന്നെ എന്തിന് ദ്രോഹിക്കണമെന്ന് എനിക്ക് അറിയത്തില്ല. ഈ പ്രസിഡന്റ് എന്തിനാണ് എന്നെ ദ്രോഹിക്കണമെന്ന്, എന്നെ ഒരു സമാധാനം തരാത്ത എന്നെ ഭീഷണി. ഞാൻ ഇവിടുന്ന് പോകണമെന്നാണ് പ്രസിഡന്റ് പറയുന്നത്. ഇവിടുന്ന് പോകണമെങ്കിൽ പഞ്ചായത്ത് കയറരുതെന്നാണ് പ്രസിഡന്റ് പറയുന്നത്. ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയണം, ജോലി ചെയ്യണം. ഞാൻ എന്നെ കൊണ്ട് കഴിയണ ജോലിയാണ് ഞാൻ ചെയ്യുന്നത്. എനിക്ക് 10 പൈസ എനിക്ക് ഒരു ഇത് വേണ്ട. എനിക്ക് കൈക്കൂലിയായിട്ട് ഞാൻ ഒരു പൈസ എൻ്റെ ലോകത്തിലുള്ള കാര്യങ്ങൾ ഞാൻ എല്ലാം ചെയ്യുന്നുണ്ട്. എന്നെ കൊണ്ട് കഴിയണ ജോലി ഞാൻ ചെയ്യും. പക്ഷേ പ്രസിഡന്റിന് ഞാൻ ഇവിടുന്ന് പോകണം. കുറച്ച് മണ്ണ് പാസ് പ്രസിഡന്റ് പറയും. മണ്ണിൻ്റെ വിഷയമായിട്ട് പ്രസിഡന്റ് പറയണമെന്ന് വെച്ചാൽ പ്രസിഡന്റിന് തൊട്ട് മണ്ണിൻ്റെ പാസ് പ്രസിഡന്റ് സ്വന്തമായിട്ട് പ്രസി കൊടുത്ത് അടിച്ച് ഒപ്പിട്ട് കൊടുക്കുക. സെക്രട്ടറി ഇതിൽ ഇടപെടണ്ടെന്നാണ് പറയുന്നത്. സെക്രട്ടറി മണ്ണ് വിഷയമായിട്ട് ഇടപെടണ്ട. നമുക്കെങ്ങനെ ഇടപെടാതിരിക്കും? കണ്ട് ഫയൽ തന്ന് സൈറ്റിൽ പോയി നോക്കിയിട്ടാണ് ഇവിടെ കൊണ്ടുവരുന്നത്. ഞാൻ ഒന്നും കൂടെ ചെന്ന് വെരിഫൈ ചെയ്ത് നോക്കിയിട്ടാണ് പാസ് ഇതിലേക്ക് അനുവദിച്ചു കൊടുക്കുന്നത്. അങ്ങനെയുള്ള സ്ഥിതിക്ക് പ്രസിഡന്റ് പറയണത് പ്രസിഡന്റ് മണ്ണിൻ്റെ പാസ് ഇയാൾ ഇഷ്യൂ ചെയ്യുന്നതാണ് പറയുന്നത്. ഇപ്പോൾ തന്നെ ഏകദേശം ജീവനക്കാരെല്ലാവരും കുറവാണ്. നമുക്ക് ഏകദേശം ജീവനക്കാർ കുറവാണ്. പ്രസിഡന്റിൻ്റെ ഈ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ ജീവനക്കാർ മൊത്തത്തിൽ പോകണം. ഒരു മനുഷ്യരിപ്പോൾ ഇവിടെ ജോലി ചെയ്യാൻ ഇവിടെ ആരില്ല. എന്ന് ഇവിടെ വഴക്കും അടിയും പ്രശ്നവും സമാധാനമുള്ളൂ. ഞാൻ ഇവിടെ ഒരു വർഷം കഴിഞ്ഞ്. പക്ഷേ ഇത്രയും പ്രശ്നങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇത്രയും പ്രശ്നങ്ങളില്ല. പക്ഷേ ഈ പ്രസിഡന്റ് വന്നതിന് ശേഷമാണ് ഇത്രയും പ്രശ്നങ്ങൾ. ഇനി ഞാൻ ആലോചിച്ചിട്ട് എനിക്ക് മരിക്കണമെന്ന് തന്നെയാണ് തോന്നുന്നത്. ഞാൻ അതുവരെ ഞാൻ ചെയ്യുമെന്ന് വെച്ചാൽ എന്നെ അത്രത്തോളം എന്നെ മുൾമുനയിൽ നിർത്തിയാണ് ഈ പ്രസിഡന്റ് പോണത്. കഴിഞ്ഞ ദിവസം ഒരു ജാഡിയിലെ മീറ്റിങ്ങിന് പോകണം. രാവിലെ വണ്ടി എടുത്തപ്പോൾ ഈ നമ്മുടെ 5 മെമ്പർമാരും കൂടെ കയറി കുറുകെ നിന്ന് വണ്ടി എടുക്കാതിരിക്കുക. നമുക്ക് അവരാവശ്യത്തിന് പോട്ടെ, ഇത്രയും എന്നെ കൊണ്ട് അതുവരെ വിട്ടിട്ട് വണ്ടി തരാമെന്നുണ്ട് സമ്മതിച്ചില്ല. ഇയാൾ എടുക്കാൻ സമ്മതിച്ചില്ല. ഇങ്ങനെയുള്ള ഇത്രയും വൃത്തികെട്ട രീതിയിലാണ് പ്രസിഡന്റ് ചെയ്യണത്. എന്ത് ചെയ്യണം? ഒന്നിലും ഞാൻ സൂയിസൈഡ് ചെയ്യും. അത് തന്നെയാണ് ഞാൻ പറയണത്. ഈ പ്രസിഡന്റ് കാരണം ഞാൻ സൂയിസൈഡ് ചെയ്യും. എന്ന് വെച്ചാൽ അത്രയ്ക്ക് എന്നെ മാനസികമായിട്ട് ഇയാൾ എന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഭീഷണികളും ഉണ്ട്.